കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരിക്കേസിൽ സിനിമാ താരങ്ങളുടെ പങ്ക് അന്വേഷിക്കാൻ പോലീസ്. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓംപ്രകാശിന്റെ മുറിയിൽ സന്ദർശനം നടത്തിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഇവർക്കു പുറമെ 20ഓളം പേർ ഓംപ്രകാശിന്റെ മുറിയിലെത്തി. ഓംപ്രകാശിനെ അറിയില്ലെന്നും ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രയാഗ മാർട്ടിൻ 24നോട് പറഞ്ഞു. കൊച്ചിയിൽ സൺബേൺ നടത്തിയ DJ പാർട്ടിയിൽ ലഹരി വസ്തുവായി കൊക്കൈൻ വിതരണം ചെയ്യാനാണ് ഓംപ്രകാശ് എത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കേസിൽ ഓംപ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി DCP K. സുദർശൻ പറഞ്ഞു. ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സമയം ഈ സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുള്ള നിരവധി സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ ഫോറൻസിക് എക്സാമിനേഷൻ റിസൾട്ട് കിട്ടുന്നതിനുണ്ട്. അതുപോലെ തന്നെ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരാരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ. വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഈ നോർവീജിയൻ ഗായകനായ അലൻ വോക്കറിന്റെ വേൾഡ് ടൂറിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നടന്ന ആ ഒരു DJ സംഗീത നിശ, അതിൽ ലഹരി എത്തിക്കാനാണ് ഓംപ്രകാശ് വന്നതെന്ന ഒരു ആരോപണമുണ്ട്. പക്ഷെ കൃത്യമായി പ്രോസിക്യൂഷൻ അത് തെളിയിക്കാനാവുന്നില്ല. കാരണം കൊക്കൈൻ അവിടെയുണ്ട്, പക്ഷെ കൂടുതൽ വിവരങ്ങൾ അത് ക്രയവിക്രയം ചെയ്തോ എന്നതിനെക്കുറിച്ച് നിശബ്ദമാണ്. ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ താരങ്ങളടക്കം ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ പരിമിതികളൊക്കെ മറികടക്കുകയും കൂടി വേണമല്ലോ. ക്രിസ്റ്റിന, ഓംപ്രകാശിന്റെ മുറിയിൽ 20ലധികം ആളുകൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 പേരുകൾ, ഒന്ന് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനുമാണ്. ഇവരെന്തിനു റൂമിലെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ഹോട്ടലിൽ നിന്നടക്കമുള്ള തെളിവുകൾ ശേഖരിക്കും. അതോടൊപ്പം മറ്റു മൊഴികൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുശേഷമായിരിക്കും ഈ താരങ്ങളെ ചോദ്യം ചെയ്യുക എന്നാണ് DCP വ്യക്തമാക്കിയത്. ഈ 20 പേർ, അതായത് ആ റൂമിലെത്തിയ എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്ന് DCP വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അലൻ വോക്കറുടെ പരിപാടിയിലേക്ക് ലഹരി എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഓംപ്രകാശ് എത്തിയതെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ, ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ബൾക്ക് എമൗണ്ട് ഓഫ് ലഹരി ഇവിടെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഈ ഓംപ്രകാശിന് ജാമ്യം അനുവദിച്ചു. ഓംപ്രകാശിന് മാത്രമല്ല, അയാളുടെ കൂട്ടാളിയായ ഷിഹാസിനും ജാമ്യം അനുവദിക്കുകയായി. അളവിൽ കവിഞ്ഞ മദ്യം കയ്യിൽ സൂക്ഷിച്ചതിനും അതോടൊപ്പം കൊക്കൈൻ ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്.